വിശുദ്ധ ചാവറയച്ചൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി കൂനമ്പാവ് സെന്റ് ഫിലോമിനാസ് സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീൻഡീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ, കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും.